കുറേ വർഷം മുന്നേ ഒരു സിനിമയായിരുന്നു. അതന്ന് എനിക്കൊന്ന് പല കാരണങ്ങൾ മഹേഷിൻ്റെ അടുത്താണ് അന്നത് നടന്നത്. പിന്നെ മഹേഷൻ ഈ സിനിമ ചങ്ങാതി പൂച്ചയൊക്കെ ചെയ്യുന്നതിന് മുന്നേ മഹേഷൻ മലയാളത്തിലെ ഭയങ്കര അറിയപ്പെടുന്ന ഭയങ്കര തിരക്കുള്ള ഒരു ചീഫ് അസോസിയേറ്റ് ആണ്. അപ്പം ആ കാലഘട്ടത്തിൽ മഹേഷനെ കേട്ടിട്ടുണ്ട് ഒരുപാട്. മഹേഷനെ പറ്റിയിട്ടും മഹേഷനെ വർക്ക് ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ സമയത്തൊക്കെ ഇല്ല. അത് മിസ്റ്റർ വിനയൻ സാറിനോട് മഹേഷൻ. അപ്പം എനിക്ക് മഹേഷിൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളൊന്നാണ് ഈ ബിഗ് ഫാദർ. അപ്പോൾ വർഷങ്ങളേക്കും മഹേഷിനെ കാണുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒരു സിനിമ ചെയ്യണം എനിക്ക് നമ്മളൊരു 7 വർഷം മുന്നെയാണ് ഒരു കഥയായിട്ട് വേറൊരു സിനിമയുടെ കഥയായിട്ട് അത് കാണുകയും അതിൻ്റെ ചർച്ച നടത്തുകയും പിന്നെ അന്ന് ആ സിനിമ സംഭവിച്ചത്. പിന്നീട് മഹേഷൻ കഴിഞ്ഞ വർഷം എൻ്റെ അടുത്ത് ഈ സിനിമയുടെ വന്ന സമയത്ത് മഹേഷേട്ടൻ്റെ സിനിമ മഹേഷേട്ടൻ്റെ ഒരു സിനിമ ചെയ്യണമെന്നുള്ളത് അന്ന് നടക്കാതെ പോയൊരു സിനിമ വീണ്ടും വേറെ കഥയിൽ മഹേഷേട്ടൻ കാണുമ്പോൾ നമുക്കത് ചെയ്യാമെന്ന് പറയും. അത് വലിയ ഒരു സ്റ്റാർ കാസ്റ്റുള്ള സിനിമ. എനിക്ക് തോന്നുന്നു ഷാനേട്ടൻ, പർച്ചേട്ടൻ, ബിഗ് ഫാദർ മഹേഷേട്ടനോട് വേണ്ടി ജാഫർ, സ്നേഹ, രിച്ചി, സലീമേട്ടൻ, മണിമല രാജു, ഇത്രയും ഒരു നീണ്ട താരനിരയുള്ള ഒരു സിനിമ. അപ്പം ഒരുപാട് എന്താ പറയുക, ഞാനൊരു എനിക്കൊന്നൊരു 10-12 ദിവസത്തോളമായിരുന്നു എൻ്റെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമ്മൾ തീർത്തിട്ട് അതിന് ശേഷം നേരെ ജോയിൻ ചെയ്തു. അതിന് മുന്നേ ചെയ്തിട്ടാണ് നേരെ ജോയിൻ ചെയ്തത്. ഒരു ചെറിയ കുടുംബചിത്രം, ക്ലീൻ ഫാമിലി എൻ്റർടൈൻമെൻ്റ് എന്ന് പറയാവുന്ന മനുഷ്യൻ്റെ വലിയ സിനിമകളൊക്കെ തന്നെ എല്ലാവർക്കും ആയിരത്തിപ്പതായിക്കോട്ടെ, ചങ്ങാതി പൂജയായിക്കോട്ടെ, ഇതൊക്കെ ആർക്കും ഏത് പ്രായക്കാർക്കും അല്ലെങ്കിൽ പോയി കാണാൻ പറ്റുന്ന വളരെ ക്ലീൻ ആയിട്ടുള്ള സിനിമയായിരിക്കണം. ആ രീതിയിൽ ഒരു എന്താ പറയണ്ടത്, ഒരു നൈസ് ഫാമിലി ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കുടുംബശ്രീ. മിനിജൻ US നിന്നാണ്. മിനിജൻ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള ഫിലിം പ്രൊഡ്യൂസറാണ്. സിനിമയോടുള്ള എനിക്ക് തോന്നുന്നു മിനിജൻ സിനിമ അധികം കാണാറില്ല. സിനിമ കാണാറില്ലെങ്കിൽ പോലും സിനിമയോടും സിനിമാക്കാരോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടവും ആ ഇഷ്ടം കൊണ്ട് സിനിമയിലേക്ക് വന്ന ആളാണ്. മിനിജൻ ഇതിലൊരു ക്രൂഷ്യൽ ഒരു സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിനിജൻ ആദ്യമില്ലേ അഭിനയിക്കും അല്ലേ? അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല സിനിമയാണെന്ന് തോന്നുന്നു, വിശ്വസിക്കുന്നു. എന്തായാലും ഈ വരുന്ന May 31 റിലീസാവുകയാണ്. കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. സിനിമ ഫാമിലി വർഷങ്ങൾക്ക് ശേഷം സിനിമ ഇറങ്ങിയപ്പോഴേക്കും ആളെ വേറെ ലെവലായി. അപ്പോൾ അതായത് ആ വ്യക്തിയെ എങ്ങനെയാണ് എനിക്ക് കുറച്ച് ഗ്യാപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ശരിക്കും ധ്യാനത്തിൽ 2-3 സബ്ജക്റ്റ് ഞങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അതിൻ്റെ ഈയൊരു പ്രോജക്റ്റ് വന്നപ്പോഴത്തേക്ക് ഞാൻ പോയി കണ്ടു, കാര്യം താല്പര്യം കാണിച്ചു. അങ്ങനെ ഞാൻ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. ഞാൻ 10 ദിവസത്തെ ഡേറ്റ് വാങ്ങി കൊറോണ സംഭവിച്ചു. അന്ന് വന്നിട്ട് വെളുക്കുന്നത് എനിക്ക് എക്സ്ട്രാ ഡേറ്റും തന്നു. നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് വളരെ അതിലേക്ക് വളരെ നന്ദിയുണ്ട്. ഗുരുവായൂരൊക്കെ ബേസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ധ്യാനെ ഞാൻ തൂക്കിയെന്ന്. ഞാൻ അതുപോലത്തെ ബേസിലെ മറക്കടിക്കാനായിട്ട് എന്തെങ്കിലും പണം വരുന്നുണ്ടോ? മലത്തിയടിക്കുന്നില്ല. ഞാൻ വെച്ചു അവനെ കൂടെ ചേർത്തിട്ട് രണ്ടുപേരുടെയും കൂടെ കോമ്പിനേഷനിലല്ലോ സിനിമ ചെയ്യാം. തീരുമാനത്തില്ല. ഞാൻ വിളിച്ച് അതൊന്നും വരുന്നില്ല. അതിനിടയിൽ സിനിമ ഹിറ്റായത് അവൻ വിചാരിച്ച് ഞാൻ അതിനുവേണ്ടി വിളിച്ചാന്ന് വിചാരിച്ചു. കാരണം അപ്പോഴാണ് അടുത്ത സിനിമ ഹിറ്റാണെന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് സന്തോഷം. വെച്ചാൽ ദീപു കുഞ്ഞാമണത്തിൻ്റെ റൈറ്ററാണ്. ദീപുടെ കയ്യിൽ കുറേ വർഷമായി ദീപു കയ്യിൽ വെച്ചിട്ട് ദീപുവിൻ്റെ തുറുപ്പ് ചീട്ട് പോലെ വെച്ചിട്ടുള്ള സിനിമ ബിബിൻ്റെ സിനിമ. ബിബിൻ്റെ ആദ്യ സിനിമ മുത്തുക ചെയ്യുമ്പോഴാണ് ഞാൻ അപ്പുറത്ത് കപ്പേർ ചെയ്യുന്നത്. ആക്ച്വലി എന്നെ ഗുരുവായൂരപ്പൻ എന്നുണ്ടെങ്കിൽ ഒരു കഥാപാത്രം എനിക്ക് യോഗി ബാബു ചെയ്ത പരിപാടിക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. ഏതൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നു. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റില്ല.
അഭിനയിക്കാൻ പറ്റില്ല. ബേസിലെ സുഹൃത്തായിട്ട് അവസാനം വരുന്നതല്ല. അപ്പോൾ അന്ന് വീട്ടിൽ വിളിച്ച സമയത്ത് അത് ചെയ്യാൻ പറ്റില്ല. എന്തായാലും സിനിമ ഏതാ അങ്ങനെയല്ല. അന്ന് ബിബിന്റെ സിനിമ ആയതുകൊണ്ടും പിന്നെ ഇവരൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ടും എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് വേറെ ഒരു പടത്തിന് ഫ്ലാഷ് വന്നുകൊണ്ട് അന്നത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബേസിലെ വിളിച്ചത് വേറൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പൊ അവൻ വിചാരിച്ചു ഞാൻ പിന്നെ സക്സസ് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് തെറ്റിദ്ധരിച്ചു. അങ്ങനെ എന്തായാലും അപ്പോഴാണ് അറിയുന്നത്. ഇതിനോടൊപ്പം തന്നെ ഞാൻ അറിഞ്ഞ സിനിമ ഹിറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കൺഗ്രാജുലേഷൻസ് അറിയിച്ചു. അപ്പൊ ഇനി അവനെ മത്സരം വേണ്ടല്ലോ. അപ്പൊ ഇനി അവൻ തിരിച്ചു വരുമ്പോഴേക്ക് ഞാൻ അവനെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രാഞ്ചൈസി പോലെ നടപടിക്കാർക്ക് പട്ടണം പ്രൊഫഷണലൊക്കെ പറഞ്ഞ പോലെ 1, 2, 3 പാർട്ടൊക്കെ ആയിട്ട് ഇനി ഒരുമിച്ച് നിൽക്കാന്നുള്ള തീരുമാനം. സന്ധ്യ അല്ല നമ്മള് എന്താ പറയണ്ടേ, ഞങ്ങളൊരു ഗാനമേള ട്രൂപ്പാണ്. ഞങ്ങളെ ഞാനും സ്നേഹയും ജാഫർക്കും പിന്നെ ബക്കുചേട്ടനൊക്കെ പോലെയുള്ള നാട്ടിലുള്ള ഒരു സ്മോൾ ടൗണിലെ ഗാനമേള ട്രൂപ്പാണ്. ഈ ട്രൂപ്പിനകത്ത് നടക്കുന്ന രസകരമായിട്ടുള്ള സംഭവങ്ങളും കാര്യങ്ങളും അതിനിടയിൽ ഇവരുടെ ലൈഫിൽ നടക്കുന്ന ഒരു സംഭവം അതൊരു ഒരു ഒരു പോയിന്റ് കഴിയുമ്പോൾ കുറച്ചൊരു സിനിമയുടെ സ്വഭാവം മാറുന്നതിന്റെ സെക്കൻഡ് ഹാഫിൽ ചെറിയൊരു ത്രില്ലർ സ്വഭാവത്തിലോട്ട് പോയിന്റ് കഴിയുമ്പോൾ കിടക്കുന്നുണ്ട്. അവിടെ കൊണ്ടിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവം അതിന്റെ സീരീസ് ഓഫ് ഇവന്റ്സ് പിന്നെ അതിൻ്റെ ക്ലോഷറൊക്കെയാണ് സിനിമയുടെ ആകുന്നത്. വളരെ സാധാരണക്കാരനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റൂട്ടഡായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ. ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായി, ഞാൻ ഒരു സമയത്ത് കൊറോണ ടൈമിൽ ഇങ്ങനെ അടുപ്പിച്ച് പഠനം വരുമ്പോൾ വന്നുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പൊ അതാണ് തീരാറായെന്ന് പറഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയതിനു ശേഷം അതായത് കരിയറിന്റെ തന്നെ ആ ഗ്രാഫ് തന്നെ മാറി, ആ ക്യാരക്ടർ ഗ്രാഫ് തന്നെ മാറി. ഇപ്പോൾ വരുന്ന കഥകൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? ഇപ്പോഴും അങ്ങനെയല്ല. നമ്മളിപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിപ്പോ കഥയോ നമ്മള് മഹേഷ് ഏട്ടനോട് സിനിമ ചെയ്യാൻ കഥ ഈ സിനിമയെ സംബന്ധിച്ചുള്ള സെക്കൻഡറി. ഞാൻ മഹേഷ് ഏട്ടനോട് ഒരു സിനിമ ചെയ്യാൻ നമ്മൾ ഒരുമിച്ച് കുറെ കാലം മുന്നേ പ്ലാൻ ചെയ്തു, നടന്നില്ല. അപ്പൊ നമ്മളെ പിന്നെ മഹേഷ് ഏട്ടൻ സബ്ജക്റ്റായിട്ട് വന്നു, ഇത്രയും ദിവസം മതി എന്ന് പറയുന്നു. അവിടെ ജസ്റ്റ് ഒരു ലൈൻ ഐഡിയ മാത്രമാണ് പറയുന്നത്. പിന്നെ മഹേഷ് ഏട്ടനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെ മഹേഷ് ഏട്ടന് വേണ്ടി ചില സിനിമ എടുക്കും. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സിനിമ പോലെ എനിക്ക് കഥ അറിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു. അതൊക്കെ നമ്മൾ സിനിമയിൽ നമുക്ക് ബന്ധങ്ങൾ സൗഹൃദങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് വിശ്വസിക്കുന്നതാണ്. അപ്പം ചില ആൾക്കാർ ഇപ്പം വീടിൻ്റെ സിനിമ ഞാൻ പറഞ്ഞ നമ്മൾ ചില സിനിമകൾ നമ്മൾ കഥ പോലെ കേൾക്കാതെ പോയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ബന്ധങ്ങളുടെ പുറത്ത് എല്ലാവരും ചെയ്യണമെന്നില്ല, ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ്. കുറച്ച് സിനിമകളുണ്ട്, അതോടൊപ്പം തന്നെ എല്ലാം വേണമല്ലോ. ഫിസിക്സ് മാത്രം പോലും അപ്പോൾ അല്ല ഞാൻ ഫ്ലോപ്സ് മാത്രം തെറ്റിപ്പോയി. ഫ്ലോപ്സ് മാത്രം പോലെ ഹിറ്റൊക്കെ വേണം, അല്ലെങ്കിൽ ഹിറ്റൊക്കെ അടിച്ച് ഇന്നും മുന്നോട്ട് പോകണം, ഇന്നും മുന്നിൽ വേണം. ലൈഫ് അങ്ങനെയാണല്ലോ. അതുകൊണ്ട് അതിന് ആ രീതിയിലേ കാണുന്നുള്ളൂ. പിന്നെ ആരും ഈ പറഞ്ഞ ആരും തന്നെ ഒരു മോശം സിനിമ ചെയ്യാൻ വേണ്ടി ആരും ചെയ്യുന്നില്ല. എല്ലാവരും സിനിമ നന്നാവണം, വളരെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്തിട്ടുള്ള സിനിമയായിക്കോട്ടെ. എല്ലാവരും ജെന്യുവൻലി സിനിമ നന്നാവണമെന്ന് ആഗ്രഹിച്ച സിനിമയിൽ വരുന്ന ആൾക്കാരാണ്. കാരണം വെറുതെ ആരും സിനിമയ്ക്ക് വേണ്ടി മോശം സിനിമയാണെന്ന് വെച്ചാൽ കാശ് നടത്തില്ല. ഇതിന് വേണ്ടിയിട്ടായിട്ട് വന്നതാണ് മോശം സിനിമയുടെ ഉള്ളിൽ വരുന്നത്. മനുഷ്യൻ ഇത്രയും ഗ്യാപ്പിന് ശേഷം ചെയ്യുന്നൊരു സിനിമ, അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്രയും നന്നാക്കണം എന്നുള്ള ചിന്തയോടുകൂടി വന്നതാണ്. സ്വാഭാവികമായിട്ടും ഞാൻ മനുഷ്യനോടെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക, അല്ലെങ്കിൽ ആ സിനിമ നന്നാൻ വേണ്ടി നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളത് ആ രീതിയിൽ. പക്ഷേ സിനിമ എല്ലാത്തിനും ഒരു ഫേറ്റ് ഉണ്ട്. ഓഡിയൻസ് അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ എന്ത് വർക്കാവും നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ രീതിയിൽ ഈ സിനിമ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇഷ്ടപ്പെടട്ടെ. എന്തായാലും അഭിപ്രായങ്ങൾ എന്തായാലും കണ്ടത് ഉദ്ദേശിക്കും. രണ്ടും ഒക്കെ എന്നല്ല. ഞാനിപ്പോ പതുക്കെ ഞാൻ അടുത്ത വർഷം ഒരു പതിനോടുകൂടി ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് സംവിധാനം എന്നുള്ള രീതിയിൽ പോകാനാണ് ആഗ്രഹം. അപ്പോൾ പിന്നെ 2-3 കുറച്ച് സിനിമ പ്രൊഡക്ഷൻ ചെയ്യാൻ ഏറ്റിട്ടുണ്ട്. ആ സിനിമകളും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട് ഡയറക്ഷനിലോട്ട് കിടക്കണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. പിന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തു അല്ലെങ്കിൽ അതിനകത്തുള്ള ആൾക്കാരുടെ സിനിമകൾ ചെയ്തു പോവുക
ഈ എണ്ണത്തിലൊന്ന് കുറയ്ക്കണം എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാരണം കുറേ വർഷമായി ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് നോക്കി. അതുകൊണ്ട് എന്തായാലും സൈഡിൽ നടക്കും. അതിൻ്റെ കൂടെ തന്നെ സിനിമകൾ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അല്ല, അടുത്തതൊരു ഒരു ഒരു എന്താ പറയുക, ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഹ്യൂമർ, ഒരു എന്താ പറയുക ലവ് ഡ്രാമ പോലെ അല്ലെങ്കിൽ പോലും റോംകോം അല്ല, പക്ഷെ ഒരു എന്റർടൈനർ പരിപാടി തന്നെയായിരിക്കും അടുത്തത്. മാസ് പരിപാടി അല്ലാത്ത ഇല്ല. ഞാൻ എന്റെ വിഷൻ പോലെയല്ല മറ്റുള്ളവർ സ്വീകരിച്ച രീതി ഡിഫറെന്റ്, പക്ഷെ എന്റെ വിഷൻ ഡിഫറെന്റ് ആയിരുന്നു. പിന്നീട് അത് നല്ല രീതിയിൽ സ്വീകരിച്ചു. ലവ് ആക്ഷൻ ഡ്രാമ തിയേറ്ററിൽ ആദ്യമേ പിന്നീട് അത് നല്ല രീതിയിൽ ധ്യാന്റെ സിനിമ എന്ന് പറയുമ്പോൾ പക്ക ചിരിക്കാനുണ്ട്, എന്റർടൈനിങ് ഒരു ലെവലാണെന്നുള്ളത് ഒരു സിഗ്നേച്ചർ അതിൽ നിന്ന് കിട്ടിയായിരുന്നു. ഡൗട്ടുണ്ടോ? പിന്നെ അങ്ങനെയൊന്നും കിട്ടിയില്ല. നമ്മൾ അതൊന്നുമല്ല, നമുക്ക് സിനിമ ഓടുക. ഇപ്പം ഫെസ്റ്റിവലായിരുന്നു എന്ന് പറഞ്ഞത്, സിനിമ ഓടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിനിമ ഓടുക, പ്രൊഡ്യൂസർ അത് നമ്മളെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കാശ് കിട്ടുക, അത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് പർപ്പസ്. സിനിമ വന്നാൽ അല്ലെങ്കിൽ ആ സമയം ഫെസ്റ്റിവൽ സമയം കൂടെയാണ്. അപ്പം നമ്മൾ കുറേ പടങ്ങൾ ബാഷ് വന്ന സമയം, ഡിമാൻഡിങ് ബർഗേഴ്സ് ഡേ, ഫൈനൽസ്, അങ്ങനെ ഓണ സമയത്തും കൂടെയാണ്. അപ്പം അതിൽ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത സിനിമയായി മാറി. എന്നാൽ പോലും ഭയങ്കരമായിട്ട് മിക്സഡ് വന്നിട്ടുണ്ട്. ഫെസ്റ്റിവലാകുമ്പോൾ നമുക്ക് മിക്സഡ് റെസ്പോൺസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. പിന്നെ അന്ന് ഫെസ്റ്റിവലിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും എന്റർടൈൻമെന്റ് വാല്യുള്ള അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് പോർഷൻ അധികമുള്ള സിനിമകളോട് ആൾക്കാർ കുറച്ചൊരു തള്ളിക്കയറ്റുണ്ടാവും. ആ തള്ളിക്കയറ്റം നമുക്ക് ആ സമയത്ത് കിട്ടി. പിന്നീട് സിനിമ OTT-ലും ഇതിലൊക്കെ വന്ന സമയത്ത് വീണ്ടും മിക്സഡ്. തിയേറ്ററിൽ ഭയങ്കരമായി ഓടിയ സിനിമകളൊക്കെ OTT-ൽ വരുന്ന സമയത്ത് പലപ്പോഴും വീണുപോയ സിനിമകളുണ്ട്, ഒരുപാട് സിനിമകൾ. കാരണം തിയേറ്ററിൽ നമ്മൾ ഭയങ്കരമായിട്ട് രസിച്ച് ചിരിച്ച് വരുന്ന സിനിമകളൊക്കെ OTT-ൽ വരുന്ന സമയത്ത് പോലും ചില സിനിമകൾ ഭയങ്കരമായിട്ട് ഡ്രോപ്പ് ആവും, ഭയങ്കര മിക്സഡ് വരുന്ന സിനിമകളുണ്ട്. അടുത്തിറങ്ങിയ പല സിനിമകളും. അതേപോലെ തന്നെ തിയേറ്ററിൽ ഒരു ഏജ് ഗ്രൂപ്പിന് വർക്കായ സിനിമ പലപ്പോഴും നെക്സ്റ്റ് അല്ലെങ്കിൽ 30+35+ മുകളിലുള്ളവർക്ക് അല്ലെങ്കിൽ ഫാമിലി ഇഷ്ടപ്പെടാത്ത പല സിനിമകളുണ്ട്. ലവ് സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാം കൂടെ മിക്സഡ് റെസ്പോൺസ് വേണം. പക്ഷെ കളക്ഷൻ വന്നിട്ടും എല്ലാവരും സിനിമ കണ്ടു, പക്ഷെ എപ്പോഴും 60-40 അല്ലെങ്കിൽ ആ ലെവലിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നത്. കുറേ പേർക്ക് ഇഷ്ടമായി, കുറേ പേര് ചിരിച്ചു, കുറേ പേര് കൊള്ളില്ലെന്ന് പറഞ്ഞു. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഇപ്പം നമ്മൾ റിവ്യൂ സിസ്റ്റം പോലെ ഇപ്പോഴുണ്ടാകും. ചിലർക്ക് അത് ഭയങ്കര പേഴ്സണൽ ആണല്ലോ. സിനിമ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ചിലർക്ക് അത് ഇഷ്ടമാകും, ചിലർക്ക് അത് ഇഷ്ടാവില്ല. ഇഷ്ടമുള്ള ആൾക്കാർ പലതും പറയുന്നുണ്ട്. നമ്മളിപ്പം നമ്മളെ സിനിമകൾ വരും, ഭക്ഷണാപ്ലിക്കേഷൻ ചെയ്ത സമയത്ത് പോലും നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്ക് വരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്, വർക്ക് ചെയ്ത ആൾക്കാർക്ക് തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട്. സിനിമയല്ലേ, സിനിമ ഓരോരാൾക്കാരുടെ കാഴ്ചപ്പാടും. അപ്പോൾ അത് രീതിയിൽ അന്ന് ലവാക്ഷൻ മിക്സഡ് റെസ്പോൺസ് വന്ന ഒരു ബ്ലോക്ക് പോസ്റ്റർ. സിനിമകൾ എപ്പോഴും അങ്ങനെ ഒരു റിവ്യൂ എന്നുള്ള പബ്ലിസിറ്റി വിശ്വസിക്കുന്നവരാണ്. പറഞ്ഞു അറിയുന്നതും ഒരു കഴിഞ്ഞ ടെർബോന് ഇറങ്ങിയ സമയത്ത് ലോകിന്റെ റിവ്യൂ കണ്ടിട്ട് ഭയങ്കര ഇഷ്യൂ ഒക്കെ അതിന് മമ്മൂട്ടി തന്നെ കോപ്പറേറ്റ് കൊടുക്കുന്നു. അല്ല, അതുകൊണ്ടല്ലോ പോസ്റ്റർ എന്തായാലും അപ്പോൾ അങ്ങനെ റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരാളെ വിശ്വസിച്ച് അല്ലെങ്കിൽ റൂമിൽ ഇരുന്ന് ചുമ്മാ ഒരു സിനിമ ജഡ്ജ് ചെയ്യുന്നതിനേക്കാൾ നല്ല ഒരു കണ്ടിഷ്ടപ്പെട്ട ഒരാളോട് പറയുന്നതും എവിടെയോ ഇരുന്ന് എന്താ പറയുക ഇത് നല്ലതാണ്, മോശമാണ്, അഭിനയം അങ്ങനെയാണ്, ക്യാമറ ശരിയല്ല എന്നൊക്കെ പറയുമ്പോൾ അവരുടെ സിനിമാക്കാരുടെ കഷ്ടപ്പാടെന്നല്ല അറിയേണ്ട കാര്യമില്ല. പക്ഷേ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് തെറ്റല്ലേ? അല്ല, ഇത് ഞാൻ ഓൾറെഡി ഞാൻ പോകുമ്പോയിട്ട് ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടല്ലോ മോഹൻസും വിഷ്ണുവിനോട്. അന്ന് ഞാനിത് അന്നും അശ്വന്തിനോട് സംസാരിച്ച കാര്യമാണ്. നമ്മൾ പേഴ്സണലി ആൾക്കാരെ അറിയുമ്പോൾ മാത്രമേ ഇതിനകത്തോട്ട് സിനിമയെ കുറിച്ച് ആർക്കും അഭിപ്രായപ്പെടാം. അത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് കംപ്ലീറ്റ്ലി. അല്ലാതെ പേഴ്സണലി അവരെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ പുള്ളി ചെയ്യുന്നത് എപ്പോഴും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ചില കേസുകളിൽ ചിലരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ പുള്ളി ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് വിഷമാവും. അത് പുള്ളിക്കും അറിയാമെന്നു പുള്ളി. അത് ചിലപ്പോൾ നമ്മൾ നദികളുടെ സമയത്തൊക്കെ ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളതാണ്. ഭക്ഷണാപ്ലിക്കേഷൻ കഴിഞ്ഞപ്പോൾ എന്നെ ഫോണിൽ വിളിച്ച് അശ്വന്ത് പടം ഇഷ്ടപ്പെട്ട് എൻ്റെ പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെട്ട് എന്നെ ഭയങ്കരമായിട്ട് എന്നോട് നമ്പർ എടുത്ത് വിളിക്കുകയൊക്കെ ചെയ്തു. ഞങ്ങൾ ഒരുപാട് ഫോൺ സംസാരിച്ചു. അപ്പോൾ പുള്ളി ജെനുവിൻ, എനിക്ക് തോന്നുന്നത് പുള്ളി ജെനുവിൻ
ഫിലിം ലവറാണ് എന്നൊക്കെ പറഞ്ഞാൽ. പിന്നെ പുള്ളിക്ക് അതിനൊരു യൂട്യൂബിൽ നമ്മളെ നിൽക്കുന്ന എല്ലാ സ്ഥലത്തും അതിനൊക്കെ ഒരു റവന്യൂ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പൊ ആ റവന്യൂ ജനറേറ്റ് ചെയ്യുമ്പോൾ സിനിമയെ നന്നാക്കുക, സിനിമ ഗ്രഹിക്കുന്നതല്ലല്ലോ ഇവരുടെ മോട്ടീവ്. പർപ്പസ് എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പുള്ളിയുടെ കുറെ ഫോളോവേഴ്സ് ഉണ്ട്. ആ ഫോളോവേഴ്സിനെ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ, നമ്മളാരും നിർബന്ധിച്ച് പുള്ളി ആരും പിന്നെ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. പുള്ളിയുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ ഒരു സംസാര ശൈലിയൊക്കെ ആൾക്കാർ ഇഷ്ടപ്പെട്ട് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. നമ്മൾ പലരും പുള്ളിയുടെ ഫോളോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? പുള്ളിയുടെ ഒരു സംസാരം അല്ലെങ്കിൽ ശൈലി നമുക്ക് എവിടെയെങ്കിലും ഇഷ്ടമാണ്. പുള്ളി വളരെ ബ്ലണ്ടായിട്ട് ചില ആൾക്കാർ കാര്യങ്ങൾ പറയുമ്പോൾ ആൾക്കാർക്ക് അത് പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അതേപോലെ സിനിമ ക്രിയേറ്റേഴ്സിന് പേഴ്സണലി അവരെ ഹരാസ് ചെയ്യുന്ന പോലെ എന്തെങ്കിലും തോന്നി ഇൻസൾട്ട് ചെയ്യുന്ന പോലെ തോന്നി അവർക്ക് ഭയങ്കര വിഷമമുണ്ടാകും. കാരണം ആരും നേരത്തെ പറഞ്ഞ പോലെ ആരും മോശം സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതില്ലല്ലോ. നന്നാവണം എന്ന് വെച്ചാൽ ജനുവൻലി ആഗ്രഹിച്ച് സിനിമ ചെയ്യുന്നു. പടം ചിലപ്പം മോശമായി പോകുന്ന സമയത്ത് അവർ പേഴ്സണൽ അല്ലാത്ത അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം പറയുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇത്. ഞാൻ ഇന്റർവ്യൂവില് അശ്വതിനോട് തന്നെ ബോബനോട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ച വിഷയമാണ്. ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്, അതോടൊപ്പം തന്നെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ക്രിറ്റിസിസം ഉണ്ട്. അപ്പൊ ചില സമയത്ത് ആ ലൈന് ബ്രീച്ച് ആയി കഴിയുമ്പോൾ അത് ഡിസ്ട്രക്റ്റീവ് ആവും. ഡിസ്ട്രക്റ്റീവ് ആയി കഴിഞ്ഞാൽ ആൾക്കാർ ഒഫൻഡഡ് ആവും. ഒഫൻഡഡ് ആവുന്ന സമയത്ത് ഇതുപോലെയുള്ള കഴിഞ്ഞ സിനിമകൾ വന്നപ്പോൾ ടോപ്പും പ്രൊഡ്യൂസേഴ്സൊക്കെ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വിദ്വേഷമൊക്കെ ഉണ്ടാവാൻ കാരണം അത് ചില സമയത്ത് ഒരു ലൈൻ ക്രോസ് ചെയ്ത്, ഒരു തിൻ ലൈൻ ആണല്ലോ, ആ ലൈൻ ക്രോസ് ചെയ്ത് പോയി കഴിയുമ്പോൾ ആൾക്കാർക്ക് അത് ഒഫൻസീവ് ആകുമ്പോൾ ആൾക്കാർ അതിനെ റിയാക്ട് ചെയ്യും, തിരിച്ച് പുള്ളി റിയാക്ട് ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ വിത്തിൻ സോഷ്യൽ മീഡിയ മാത്രമല്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിനകത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. അൾട്ടിമേറ്റ്ലി ഇതിനൊക്കെ മുകളിലാണ് സിനിമയുടെ പവർ. സാധാരണക്കാരും സിനിമ നല്ലതാണെങ്കിൽ ഈ പറഞ്ഞ യാതൊരുവിധ വിഷയമില്ല എന്നാണ്. കാരണം ഞാനത് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം അശ്വന്ത് നല്ലതെന്ന് പറഞ്ഞ സിനിമകൾ മോശമായിട്ട് ഓടിയ സിനിമകളുണ്ട്, അശ്വന്ത് മോശമാണെന്ന് പറഞ്ഞ സിനിമകൾ ഇവിടെ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, ഇല്ലേ? അപ്പോൾ ചില ആൾക്കാർ പുള്ളിനെ ഫോളോ ചെയ്യുന്നു. ആ ഫോളോവേഴ്സ് ബ്ലൈൻഡായിട്ട് പുള്ളിനെ വിശ്വസിക്കുന്ന ആൾക്കാരൊന്നുമല്ല മലയാളികൾ. നമ്മൾ മലയാളികൾ അങ്ങനെ ആരെയും ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചിട്ട് കാണാൻ നിൽക്കുന്നുണ്ട്. പിന്നെ വേർഡ് ഓഫ് മൗത്ത് എന്നൊരു സാധനം എന്തായാലും ഉണ്ട്. കാരണം സിനിമ ഒരാളുടെ മാത്രം അഭിപ്രായത്തിന്റെ പുറത്തൊന്നുമില്ല നമ്മൾ സിനിമ കാണാൻ കഴിയുമ്പോൾ. ഡെഫിനറ്റ്ലി പടം നല്ലതാണെങ്കിൽ ആ വേർഡ് ഓഫ് മൗത്തിൽ ഒരു റിവ്യൂ സിസ്റ്റം കൊണ്ടുവന്ന ഒരു സിനിമ വീണുപോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പുള്ളി ആരും ഭയക്കേണ്ട കാര്യമോ പേടിക്കേണ്ട കാര്യമോ പുള്ളി ആരെയും ശത്രുവൊന്നും ആവുന്നില്ല. അതുകൊണ്ട് തന്നെ പുള്ളി സിനിമ നല്ലതായപ്പോൾ എന്നെ ഉൾപ്പെടെ പുള്ളി വിളിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുന്നതാണ്. എനിക്ക് ഭയങ്കര ജെന്യുവൻ ഫിലിം ലവറാണെന്ന് തോന്നിയിട്ടുള്ള ആളാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണൽ ആവുന്ന സമയത്ത് ഇത് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ചിലർക്ക് ഹേർട്ട് ആകുമ്പോഴുള്ള പ്രശ്നമുണ്ട്. സമീപിക്കുന്ന സ്ക്രിപ്റ്റുകളും അത്തരത്തിലുള്ളതാണ്. അപ്പം അതിനുശേഷം ഒരു പൂർണ്ണമായിട്ടും ബോട്ടയുടെ ക്യാരക്ടർ ചെയ്താൽ മതി അങ്ങനെ വിഷയങ്ങളൊന്നും അപ്പോൾ ഇതിനുള്ള ക്യാരക്ടേഴ്സ് അതുപോലെ ചൂസ് ചെയ്തു. അങ്ങനെ ചൂസ് ചെയ്തിട്ടൊന്നും ചെയ്തതല്ലെന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു സൗഹൃദത്തിന്റെ പുറത്തുണ്ടായ സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ചേട്ടനുമായിട്ടുള്ള ഒരു ബന്ധത്തിന്റെ പ്രശ്നം. ചേട്ടനാണ് ചേട്ടൻ്റെ സിനിമ വിളിക്കുന്നു. എന്റെ സിനിമകളെ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യാറില്ല, എന്നെ ചൂസ് ചെയ്യാറാണ് പതിവാണ്. അതെ, ആത്മാർത്ഥ ഇതൊക്കെയാണെങ്കിലും നമുക്ക് മനുഷ്യന്മാരോട് ആണല്ലോ ആത്മാർത്ഥ സ്നേഹമൊക്കെ. അപ്പം നമുക്ക് ഒരു ബന്ധമുണ്ട് ഒരാളായിട്ട്. അപ്പൊ അദ്ദേഹം ഒരു മനുഷ്യരുടെ ഇത്രയും കാലത്തിന്റെ ഇടവേള കേട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ അതിന്റെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ പുള്ളിയൊരു സിനിമയായിട്ട് വരില്ല എന്നൊക്കെ ഒരു വിശ്വാസം, ആ വിശ്വാസത്തിന്റെ കൂടെ നിൽക്കുക എന്നതാണ്. ടൈറ്റിൽ എനിക്കൊന്ന് ആദ്യമേ ടൈറ്റിൽ ഇട്ടിരുന്നു ഈ സിനിമ. പിന്നെ ഈ സിനിമയായിട്ട് കുറച്ച് കണക്റ്റഡ് ആയി നിൽക്കുന്നൊരു ടൈറ്റിലാണ്. മഹേഷേട്ടൻ്റെ സിനിമകൾക്കൊക്കെയുള്ള ടൈറ്റിലൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ കുറച്ച് മൈക്കിളിയൊക്കെ തോന്നുമെങ്കിലും അല്ലേ എന്ന് പറയുന്നത് ഉണ്ട്. പക്ഷെ ഞാൻ ധ്യാനമായിട്ട് എനിക്ക് തന്നെ അങ്ങനെ ഒരു കഷ്ടപ്പെടാതെ ഞാൻ കണ്ടു. പിന്നെ ഞങ്ങൾ അതിനോട് സംസാരിച്ചു. ഞാൻ ചെയ്യാൻ കേട്ടോ ഞാൻ കൂടുതൽ ദിവസം തരാൻ വേണ്ടി കാരണം ഉള്ള ദിവസം പ്രീഡിയിട്ട് തന്നാണ്. ഡയറക്ടർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇടയ്ക്ക് കയറി തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നാണ്. അങ്ങനെയാണ് ഈ പടം ഇപ്പം നടന്നത്. അല്ലെങ്കിൽ വേണ്ട ഡേറ്റ് എനിക്ക് ഒരുപാട് വേണം. ചിലപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് എനിക്ക് മാത്രം ഞാൻ കഷ്ടപ്പെട്ട് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. എന്നോട് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. രാത്രി പറയാൻ സമ്മതിക്കാതെ
കൊടുക്കുന്നവരാണ്. കാരണം ഇവരുടെ ക്യാരക്ടർ ഈ ഉത്സവങ്ങളൊക്കെ കണ്ടാൽ പാടുന്ന ക്യാരക്ടർ കണ്ട് അത് പങ്കെടുക്കും. അങ്ങനെ പക്ഷേ എന്നോട് ഒരുപാട് കോപ്പറേറ്റ് ചെയ്തു. പരാതികളോട് പറഞ്ഞിട്ട് ഒരിക്കൽ ഞാൻ ഇത് കഴിഞ്ഞിട്ട് ദിവസം കാണും വേറെ പടം ശ്രദ്ധിച്ചിട്ട് ചേട്ടൻ 15 ദിവസത്തെ കുറിച്ച് ഞാൻ തരുവാനില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല ഇതൊരു തിരിച്ചുവരവ് ഞാൻ മാക്സിമം അത് നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു വിശ്വാസമുണ്ട്. കാരണം എല്ലാവർക്കും ഗ്രാഫിക്കൽ കുഞ്ഞാണ്. എനിക്കത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറിയ സബ്ജക്റ്റാണെന്ന് തോന്നി. അതിൽ എന്നോട് സഹകരിച്ചപ്പോൾ എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. നന്നായി കിട്ടുമെന്നൊരു വിശ്വാസം. ഇത് ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രേക്ഷകരിലേക്ക് എത്തുമ്പോഴേ അവരെ വിലയിരുത്തപ്പെടേണ്ടതാണ്. എങ്ങനെയാണ് ഭയങ്കര ഒരു റൊമാൻസ് പരിപാടികളില്ല. സ്നേഹമാണ് ഏറെ ഉള്ളത്. കഥയിൽ അങ്ങനെ ഒരു എടുത്തു പറയാൻ പറ്റുന്ന ഒരു റൊമാൻസ് പരിപാടികളില്ല. കഥ തന്നെ നമ്മൾ ഒരുമിച്ചാണ് കൂടുതൽ ഗാനങ്ങളുടെ ഗ്രൂപ്പിനകത്ത് നമ്മളൊരു ഭാഗമാണ്. അപ്പോൾ ഓൾറെഡി ഹാഫ് നമ്മൾ പ്രണയത്തിലാണ് സിനിമ. അതുകൊണ്ട് തന്നെ ഒരു ഔട്ടിനോട്ട് റൊമാൻസ് എന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവം ഇതൊരു പരിപാടിയാണ്. ഇപ്പോൾ ഗുരുവായൂരമ്പലം നാളെ ഇറങ്ങിയപ്പോൾ ഓഡിയൻസ് കമന്റിൽ വന്ന അതേ സ്റ്റേറ്റ്മെന്റ് തന്നെ തിരിച്ചു പറഞ്ഞു, ഞാൻ ഇതൊന്നും കാണാൻ കഴിയാതെ അല്ല നല്ലത് തമാശ നമ്മളെ പറയുന്നില്ലേ. അല്ലെങ്കിൽ നമ്മള് ബേസിനോട് ചോദിച്ചപ്പോൾ ബേസിനോട് പറഞ്ഞു ഞാൻ ഇന്നലെ വിളിച്ചായിരുന്നു, പക്ഷെ അവൻ അത്ര ഇഷ്ടപ്പെട്ടില്ല. അല്ല ഞാൻ പറയുന്നത് ഞാൻ അവരും തമ്മിലുള്ള ഒരു സൗഹൃദം എത്ര വർഷമായിട്ടുള്ളത്. നമ്മളെന്ത് വന്നാലും അത് അവനങ്ങനെ മദ്യപിക്കുന്നതാണെന്നല്ല. അപ്പോൾ മദ്യപിക്കുന്നതിന് എനിക്ക് ഒരുപാട് കാലമായിട്ട് കച്ചാണല്ലോ. അപ്പൊ അല്ല അങ്ങനെയല്ല, അത് ഇതൊന്നും ഉപയോഗിക്കാത്തതാണ് മദ്യപിക്കാത്ത സാധനങ്ങൾ. അവനെ കണ്ടാൽ തോന്നുമോ? അപ്പൊ എനിക്ക് തോന്നുന്നു അവരൊരു ചെറിയൊരു കമ്പനി നമ്മളെ ഇത് മൂന്നാറിലായിട്ടുള്ള സമയത്തായിട്ടും നമ്മളൊരു നമ്മുടെ ഈ ബോട്ടിലേക്ക് ക്യാപ്പിൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കില്ല. അതിൽ ഒഴിച്ചാൽ പിന്നെ അവൻ കിട്ടും. അപ്പൊ അങ്ങനെയുള്ള അല്ല അതൊക്കെ നമ്മളത് തമാശക്കെന്ന് പറഞ്ഞു. അവന്റെ സിനിമ ഓടുക എന്നുള്ളതൊക്കെ അവനൊക്കെ നമ്മുടെ കൂടെ നമ്മളൊക്കെ ഒരുമിച്ച് വന്നതല്ലേ. പിന്നെ അവന്റെ സിനിമ ഓടുക എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷമല്ലേ നമ്മൾ. അവൻ തന്നെ വിളിക്കുന്നത് നല്ല കാര്യമല്ലേ. ചേട്ടൻ രാജുവേട്ടന്റെ ഒരു അടുത്ത ആരാധകനാണെന്ന് രാജുവേട്ടനായിട്ടാണ് പടത്തിൽ ചെയ്തത്. അപ്പൊ അത് കണ്ടപ്പോ എന്താ അസൂയാണോ തോന്നിയിട്ടാണ്? ഇല്ല ഞാൻ രാജുവേട്ടനോട് സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രശ്നം ഡയലി കണ്ടി ഒരിടയ്ക്ക് ഒത്തിരി സിനിമകൾ ചെയ്യും, അതിൽ ഭൂരിഭാഗം ബോംബായി പോവുകയും ചെയ്ത ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയം മാറിയോ? അപ്പൊ ആ സമയത്ത് പുല്ല് വേണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു ആ ഒരു ഫ്ലോയിലൊക്കെ പോവാന്നല്ലാതെ നമ്മളതിനെ കുറിച്ച് കാരണം അച്ഛനാ കഴിഞ്ഞപ്പോഴോ എന്നോട് നമ്മളെ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ചോദിച്ചു. ആ സമയത്ത് അവര് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ പറഞ്ഞ ഞാൻ മിക്ക സിനിമകളും ചെയ്ത മനുഷ്യരുടെ എക്സ്പീരിയൻസിലാണ്. ഞാൻ ചെയ്ത മിക്ക സിനിമകളും പുതുമുഖ സംവിധായകരോട്. ഈ പുതുമുഖ സംവിധായകരോട് ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യ സിനിമ ഓടിയില്ലെങ്കിൽ പിന്നെ അവർക്കൊരു കരിയർ രണ്ടാമത്തെ സിനിമ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു പാടാണ്. അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് മലയാള സിനിമ രണ്ടാമത് മോശം സിനിമയിൽ ആദ്യ സിനിമയെ പൊട്ടിച്ച ഒരാൾക്ക് രണ്ടാമത്തെ സിനിമ കിട്ടുമല്ലോ. അങ്ങനെ നോക്കി ഇവരാരും തന്നെ ഒരു ബോംബ് കേൾക്കാന്നില്ല, ബോംബ് ഇട്ടേക്കാന്ന് വെച്ച സിനിമയൊന്നുമല്ല. ഏതെങ്കിലും ഘട്ടങ്ങളിൽ സിനിമ വീണു പോകുന്നത്, അല്ലെങ്കിൽ ഈ സമയത്ത് ഈ സിനിമയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ ഈ സിനിമ തന്നെ റെലവൻസ് എന്നൊക്കെ തോന്നിയിട്ട് ആൾക്കാരൊന്ന് റിജക്ട് ചെയ്ത് കളയും സിനിമ. അങ്ങനെ ഇപ്പം എനിക്ക് ഇതേപോലെ ബുള്ളറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ പടം നേരത്തെ പറഞ്ഞ അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അശ്വന്ത് ഭയങ്കര നല്ല അഭിപ്രായം പറഞ്ഞ ആ സിനിമ. ഞാൻ ഭയങ്കര സിമ്പിൾ ഡയറി എന്നൊക്കെ പറഞ്ഞ അശ്വന്ത് അഭിപ്രായം പറഞ്ഞു. ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. ഇല്ല എന്നാ പിന്നെ അശ്വന്ത് അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ആ സിനിമ സൂപ്പർ ഹിറ്റ് ആണ്. കാരണം അത് December 15 സിനിമ ഇറങ്ങിയത്. 22-ന് പുതിയ ക്രിസ്മസ് സിനിമകളിൽ വരുന്നത്. അപ്പൊ എനിക്കൊന്ന് കഴിഞ്ഞ ഇത്രയും സിനിമകൾക്കിടയിൽ നമ്മൾ ആകെ അഭിപ്രായം കിട്ടുന്ന ഉടലും മറ്റേ നദികൾ സുന്ദരികൾപ്പിന് തിരക്കേടില്ലാതെ തിയേറ്ററിൽ അത്യാവശ്യം ആളുകൾ പിന്നെ കർഷകർക്ക് ശേഷമാണ്. അപ്പോൾ ഇത്രയും സിനിമകൾക്കിടയിൽ ഇത്രയും ഒരു 3-4 സിനിമകൾ മാത്രമേ കൂടുന്നുള്ളൂ. അതും
മലയാളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം എടുത്തു നോക്കുമ്പോൾ തന്നെ ഞാൻ ഇത്രയും സിനിമ ചെയ്യുമ്പോഴുള്ള പ്രശ്നമാണ്. അല്ലാതെ എന്റെ കൂടെയുള്ള സഹപ്രവർത്തകരായിട്ടുള്ള പലരുടെ സിനിമ ഓടാറുന്നില്ല. സത്യം എന്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറെ പേരുടെ സിനിമ ഒന്നും ഓടാറില്ല. കാരണം 100-110 സിനിമയിൽ നിന്ന് ഓടുന്നത് എനിക്ക് 10-20 സിനിമകളാണ് കഴിഞ്ഞ വർഷം മുന്നത്തെ വർഷമൊക്കെ ഓടിയത്. പക്ഷെ ഞാൻ എണ്ണത്തിലായത് 30-40 സിനിമ എന്റെ നമ്മൾ റേഷ്യോ കണക്ക് നോക്കുമ്പോൾ കുറച്ചധികം കൂടുതൽ ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ വർഷം മാറിയ സിനാരിയോ ഒക്കെ മാറി. എനിക്കൊന്നും കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ഈ വർഷം തുടക്കത്തിൽ തന്നെ തിയേറ്ററിൽ ആൾക്കാർ വന്നു തുടങ്ങിയ സിനിമകൾ ഹിറ്റാകുന്ന ഒരു നല്ല കാലം എന്ന് പറയാൻ പറ്റില്ല, സുവർണ്ണകാലം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആൾക്കാര് തിയേറ്ററിലേക്ക് വന്നു തുടങ്ങിയിട്ടുള്ള ഒരു വലിയ സന്തോഷം തന്നെ. കഴിഞ്ഞ വർഷത്തെ പോലെയല്ല, ആൾക്കാർ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ സിനിമ വീണ്ടും തിയേറ്ററിലേക്ക് ആൾക്കാർ ഇടിച്ചു കയറി ഒന്ന് കണ്ടേക്കാം അല്ല കണ്ടു നോക്കാന്നുള്ള രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡിലും ജനങ്ങളുടെ ഒരു മനസ്സിൽ സിനിമയ്ക്ക് വീണ്ടും ഒരു പ്രയോറിറ്റി ആയി വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പോലെ മുന്നത്തെ വർഷത്തെ പോലെയല്ല. അപ്പൊ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ശരിക്കും ചൂസ് ചെയ്ത് നമ്മൾ നല്ലത് മാത്രം നോക്കിയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ പോകുന്ന പോലെ തന്നെ പോവുക. നല്ലതും വരും, ഈ പറഞ്ഞ പോലെ മോശം സിനിമകളും വരും. അതിന് ഞാനിപ്പോ എന്തായാലും നമ്മളെ ചൂസ് ചെയ്ത് വല്ലതും പിക്ക് ചെയ്തിട്ടൊന്നും പോകണില്ല, പോകുന്ന പോലെ പോട്ടെ കഴിയും. സിമ്പിൾ ആവാൻ പറ്റും. കാരണം വേറെ ആക്ടർ ഇങ്ങനെ ഇത്ര പടം ചെയ്തു, എന്നെ ഇത്ര പൊട്ടി, എത്ര വിജയിച്ചു എന്നുള്ള പറഞ്ഞു കേൾക്കാറില്ല. ഞാനൊക്കെ ഇത്ര സിമ്പിളായിട്ട് എനിക്ക് എത്ര കാലമായിട്ട് അറിയാം. ഞാനിത് പറഞ്ഞില്ലെങ്കിലോ സിമ്പിളാവുന്ന നമ്മളെത്ര കാലം കാണുന്നു. അത് എനിക്കൊരിക്കലും ചേട്ടൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളായിട്ടോ അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ ഒരു ഇത്രയും ആർട്ടിസ്റ്റ് നമ്മൾ കുറെ കോമ്പിനേഷൻ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളുടെ ഒരു അങ്ങനെ ഇൻഹിബിഷനോട് കൂടി ചെയ്യുന്നതായിട്ടോ അങ്ങനെയൊന്നും ഫീൽ ചെയ്തില്ല. പുള്ളി വളരെ തന്മയത്തോടുകൂടി ആ ക്യാരക്ടർ പുള്ളി ചെയ്യുന്ന സാധനം പുള്ളി വളരെ ഭംഗിയായിട്ട് രസകരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫസ്റ്റ് സിനിമ കുറെ ഡയലോഗുകളും കുറെ സീനുകളും ഇതിന്റെ ഒരു ക്രൂഷ്യൽ പ്രധാന കഥാപാത്രമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിൽ ഫസ്റ്റ് സിനിമ എന്ന രീതിയിൽ പുള്ളി ഡെഫിനറ്റ് ആയിട്ടും ആ ക്യാരക്ടറിന്റെ ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കണ്ടെടുത്തോളം മഹേഷ് എല്ലാവരും കാണുന്ന അഭിപ്രായമുള്ളൂ. അതെല്ലാവരും പറയുന്നത് എല്ലാ സിനിമ റിവ്യൂസിന്റെ പിറകെ പോകാതെ കണ്ടിട്ട് അഭിപ്രായം പറയുക. ഇത് മാത്രമായ ഭയങ്കര സിനിമകളല്ല, ഇത് കുഞ്ഞു സിനിമ, ഞങ്ങളുടെ എഴുതിയ സിനിമകളാണ്. അത് ഞങ്ങളെ കഴിയുന്ന രീതിയിൽ ഭംഗിയാക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസം. അത് ഏത് തിയേറ്ററിൽ പോയിരുന്ന് കണ്ട് അതിനെ വിലയിരുത്തണമെന്നാണ്. അതുപോലെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് പോകാതിരിക്കരുത്. തിയേറ്ററിൽ തന്നെ പോയി വന്നാൽ കണ്ടതിന് വിലയിരുത്തണം. ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല ഈ സിനിമ എന്നൊരു വിശ്വാസം. സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ പല സിനിമകളും വിജയം നല്ല കളക്ഷൻ കഴിഞ്ഞ് പോകുന്നുണ്ട്. പിന്നീട് അത് കഴിഞ്ഞ് കുറെ ആളുകൾ പറയുന്നത് ഈ സിനിമ എന്താ ഇത്ര ഹിറ്റായത്, ഇതിനകത്ത് അതിന് സിമ്പിളായിട്ടുള്ള ഒരു കഥയാണല്ലോ, ഇത് അങ്ങനെ ഹിറ്റാവേണ്ട കഥയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ഉത്തരവായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് കഥയ്ക്കപ്പുറത്ത് ആളുകളെ എന്റർടൈൻമെന്റ് ചെയ്യിക്കുന്ന കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സിനിമ ഈ അടുത്ത കാലത്തേക്ക് സിനിമ വിജയിക്കുന്നതല്ല. കഥയ്ക്കപ്പുറത്ത് ഒരു കണ്ടന്റ് ഉണ്ടെന്ന് അല്ല എന്റർടൈൻമെന്റ് ആളുകളെ രസിപ്പിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ചു പോകുന്ന ഒരു ഫോർമുലയാണെന്ന് തോന്നിപ്പോൾ വന്നു. അതായത് ട്രെൻഡിനനുസരിച്ച് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും നല്ലതാണെന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ മോശമാണെന്ന് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന രീതിയിൽ എല്ലാവരും ആരും മോശമാണെന്ന് പറയുന്നില്ല. ആ സിനിമ കണ്ടോ നല്ല രീതിയിൽ പോകുന്നുണ്ട്, തരക്കേടില്ല എന്നുള്ള ഒരു അഭിപ്രായത്തിന്റെ പുറത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ ചോദിക്കാൻ കാരണം സുവർണ്ണ കാലഘട്ടം എല്ലാവരും സുവർണ്ണ കാലഘട്ടത്തിൽ നിഷേധിക്കുമ്പോൾ രഞ്ജന അങ്ങനെ സുവർണ്ണ കാലഘട്ടമാണെന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ കാലഘട്ടം എന്നൊക്കെ പറയുമ്പോൾ ഒരു ലോങ് പീരീഡ് അല്ലേ പറയും. ഇപ്പോൾ നമ്മൾ ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 4 മാസത്തിനടങ്ങിയ സിനിമകളാണ് ഇപ്പോൾ ഓടിയ സിനിമകളൊക്കെ. തിയേറ്ററിൽ എനിക്ക് എത്ര 1000 കോടി 500 കോടി കയറ്റം മലയാള സിനിമകളല്ലേ, 1000 കോടി കയറ്റം വന്നു. അപ്പോ ആ രീതിയിൽ ആദ്യം ചോദിച്ച ചോദ്യത്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത സിനിമ ഇത് OTT വരുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അല്ലെങ്കിൽ
സാറ്റലൈറ്റ് അല്ലെങ്കിൽ OTT-യിലോട്ട് വരുമ്പോഴാണ് ആൾക്കാർ പിന്നെ മിക്സഡ് അഭിപ്രായം വരുന്നത്. മിക്കതും OTT-യിൽ കാണുന്ന ആൾക്കാർ തിയേറ്ററിൽ ഈ സിനിമ എക്സ്പീരിയൻസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. ചില സിനിമകൾ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു ഫുൾ എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ ചില സിനിമകൾ ഞാൻ തിയേറ്ററിൽ പോയിട്ട് എല്ലാ സിനിമകളും കാണുന്ന ആളുകൾ തിയേറ്ററിൽ ഭയങ്കരമായിട്ട് ഓടിയ സിനിമകൾ OTT-യിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് എന്തുകൊണ്ട് ഓടി, ഇതെന്തായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മളൊരു തിയേറ്ററിൽ ഇരുന്നിട്ട് കുറെ ആൾക്കാരെ കൂടെ ഇരുന്നിട്ട് ആൾക്കാർ ചിരിക്കുമ്പോൾ നമ്മൾ അതിന്റെ ഒപ്പം നമ്മൾ ചിലപ്പോൾ ചിരിക്കും. അതിന്റെ ഒരു മൂഡ് പറയണം, വലിയ സ്ക്രീനിൽ സൗണ്ടിൽ ആ ഫുൾ എക്സ്പീരിയൻസ് പറയണം. അതേ OTT-യിൽ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നമ്മളൊരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ട് നമ്മൾ ചാരി കസേരയിൽ കാണുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയട്ടെ ക്രിട്ടിക്കലായിട്ടും നമ്മൾ ബ്രേക്ക് എടുത്തിട്ടും പോസ് എടുത്തിട്ടും നമ്മുടെ ആസ്വാദന ലെവലിൽ കുറച്ചുകൂടെ ഒരു വളരെ ക്രിട്ടിക്കലായിട്ടൊക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടെന്നിരിക്കും. പിന്നെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഫാക്ടറാണ്. വീട്ടിൽ നമ്മൾ TV-യിലൊക്കെ കാണുമ്പോൾ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് അല്ല ഒരു ത്രില്ലർ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവമുള്ള സിനിമകളൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യാണ്ട് നേരെ വീട്ടിൽ വന്നിട്ട് കാണുന്ന സമയത്ത് ചിലപ്പോൾ അത് ആ ഒരു സെയിം ഒരു എഫക്റ്റ് ഇമ്പാക്ട് ചിലപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് കാണുന്നില്ല. അതുകൊണ്ടാണ് പല സിനിമകളും OTT-യിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ OTT-യിൽ കാണുന്ന ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു എനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ മാക്സിമം ആൾക്കാർ തിയേറ്ററിൽ പോകാൻ പറ്റാത്ത 35 അല്ലെങ്കിൽ ആ ഒരു കുറച്ചൊരു മിഡിൽ ഏജ് അല്ലെങ്കിൽ അതിന്റെ മുകളിലുള്ള ആൾക്കാരാണ് സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റാത്ത ചെറുപ്പക്കാരല്ലാത്ത കുറെ ആൾക്കാരാണ് OTT-യിലും പിന്നെ പുറത്തുള്ള പ്രവാസികൾ അവരൊക്കെയാണ് OTT-യിൽ നിന്ന് കാണുന്നത്. അപ്പൊ അവർക്ക് ആ ഒരു തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന സിനിമ TV-യിൽ നിന്ന് കാണുന്ന സമയത്ത് ഇത് എന്തുകൊണ്ട് ഓടുന്നത് സംശയം വരും. കാരണം യൂത്താണ് പല സിനിമകളും, യങ്സ്റ്റേഴ്സ് ആണ് ഈ പറഞ്ഞ സിനിമകളൊക്കെ വിജയിപ്പിച്ചതും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒരു ഏജ് ഗ്രൂപ്പിനെ ക്യാപ്ചർ ചെയ്ത സിനിമകളാണ്. ഇപ്പോൾ ഞാൻ ഹൃദയത്തിന്റെ നമ്മുടെ സിനിമകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹൃദയം, ഇപ്പൊ ആവേശം, ആവേശം യൂത്തിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും യങ്സ്റ്റേഴ്സ് ആയിരുന്നു. അതിന്റെ മ്യൂസിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ മേക്കിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അതൊരു ഫെസ്റ്റിവൽ സിനിമ. അതേ വർഷങ്ങൾക്ക് ഡ്രാമയാണ്, ഇമോഷണൽ ഡ്രാമയാണ്. ആ രീതിയിൽ വേട്ടന്റെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസ് ഉണ്ട് ഫാമിലി. അല്ലെങ്കിൽ ശ്രീനിവാസൻ എന്ന് പറഞ്ഞ ഡയറക്ടറിനെ വിശ്വസിച്ചു പോകുന്ന ഫാമിലി ഓഡിയൻസ് ഉണ്ട്. അവരാണ് കൂടുതൽ പിന്നെ നമുക്കൊരു ഇനിഷ്യലി കിട്ടുന്ന ഇന്റർവ്യൂന്നും പരിപാടികളൊക്കെ കിട്ടിയത്. കാരണം സാധാരണ വേണ്ട സിനിമകൾക്ക് കിട്ടുന്ന ഒരു പാട്ടിന് ഒരു വെൽക്കം എന്ന ആ സിനിമ കിട്ടിയിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു മിക്സഡ് എപ്പം ഏത് ലെവലിലാണെങ്കിലും മിക്സഡ് അഭിപ്രായങ്ങൾ സിനിമ ഇറങ്ങി കഴിഞ്ഞ് ഇഷ്ടപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ പോലും പിന്നെ വീണ്ടും റിപ്പീറ്റ് ഇല്ലാത്ത കുറെ സിനിമകളുണ്ട്. നമ്മൾ TV-യിൽ വരുന്ന സമയത്തും നമ്മൾ പഴയ സിനിമകളിൽ എപ്പോഴും റിപ്പീറ്റ് കാണും. അല്ലാണ്ട് നമ്മൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകൾ നമ്മൾ റിപ്പീറ്റ് കാണുന്ന സിനിമകൾ ആക്ച്വലി വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു നമ്മോട് പറഞ്ഞിട്ടുള്ള സിനിമകൾ ഇപ്പോൾ കുഞ്ഞിരാമാണ് റിപ്പീറ്റ് കാണുന്നുണ്ട്, ആട്, കപ്പ്യൊക്കെ ഭയങ്കര റിപ്പീറ്റ് വാച്ചുള്ള സിനിമകളാണ്. പക്ഷെ അടുത്ത കാലത്ത് ഇറങ്ങിയ ഓടിയ സിനിമകളുടെ പോലെ നമ്മൾ റിപ്പീറ്റ് കാണണം അല്ലെങ്കിൽ സെക്കൻഡ് ടൈം വാച്ച് എന്ന് പറയുന്ന സാധനത്തിലോട്ട് വരുന്ന പോലും. അപ്പോൾ മിക്ക OTT സിനിമയിൽ കാണുന്ന ആൾക്കാരും ബിഗ് സ്ക്രീൻ OTT-യിലോട്ട് വരുമ്പോൾ ഈ മിക്സഡ് റെസ്പോൺസ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. കാരണം ആ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാത്തതിന്റെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു. ത്രില്ലർ സിനിമകളൊക്കെ പ്രത്യേകിച്ച് ത്രില്ലറിന്റെ സൗണ്ടിലാണ് ആ സിനിമയുടെ ഇമ്പാക്ട് ഇരിക്കുന്നത്. എനിക്ക് തോന്നിയിട്ടുണ്ട്, പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സിനിമകളൊക്കെ എന്തുകൊണ്ടായിരിക്കും തിയേറ്ററിൽ ഓടിയിട്ടുണ്ടാവുക എന്ന് എനിക്ക് തോന്നിയ സിനിമകളൊക്കെ. ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ എന്നാൽ പോലും അതൊക്കെ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് ആയ സിനിമകൾ പോലും അടുത്ത നമ്മുടെ സുഹൃത്തുക്കളുടെ സിനിമ പോലും എന്തുകൊണ്ടായിരിക്കും ഓടിയിട്ടുണ്ടാവാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ മേ ബി അന്ന് നമ്മൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് നമുക്ക് ഇഷ്ടപ്പെട്ടെ. അപ്പൊ അതുകൊണ്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല ആ ഒരു എക്സ്പീരിയൻസ് തിയേറ്ററും വീട്ടിൽ നിന്ന് കാണുന്നത്. അപ്പൊ മിക്സഡ് വരുന്നത് പലപ്പോഴും ഇറങ്ങി കഴിഞ്ഞ് ഇത് സാറ്റലൈറ്റിലും OTT-യിൽ വരുമ്പോഴാണ്. അതേപോലെ കഴിഞ്ഞിടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് ഷെയർ ചെയ്തു, മലയാള സിനിമയിലെ നടിമാർ എവിടെ അതായത് റീസെന്റ് ഹിറ്റ് ആയിട്ടുള്ള സിനിമകൾ നോക്കി കഴിഞ്ഞാൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഇല്ലാത്ത സിനിമകളും ഒരുപാട് ആവേശം നോക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഞ്ഞൊക്കെ ആണെങ്കിലും ലേഡി ക്യാരക്ടേഴ്സ് ഇല്ല. അല്ലെങ്കിൽ അഞ്ജലി മേനോനെ പോലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ അത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് മുന്നോട്ട് വെക്കുമ്പോൾ അതിനകത്തോളം ഇമ്പോർട്ടൻസ് ഉള്ളതായിട്ടാണ്. അല്ല, അങ്ങനെ അത്തരത്തിൽ ഇമ്പോർട്ടൻസ്. കാരണം അതൊരു കഥയ്ക്ക് ആവശ്യമായിട്ടുള്ള ക്യാരക്ടേഴ്സ്. ഇപ്പൊ ഇതിന് സിനിമയിൽ എത്ര ലേഡി ക്യാരക്ടേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വർഷാനുശേഷത്തിൽ എത്ര പേരുണ്ട്, അല്ലെങ്കിൽ ആവേശത്തിലില്ല, മഞ്ജുമൽ ബോയ്സിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം മലയാള സിനിമയിൽ ഇവരൊക്കെ പ്രതിനിധിക്കുകയാണ്. അല്ല, അങ്ങനെയൊന്നുമില്ല. ഫീമെയിൽ ഇവിടെ എത്ര ഫീമെയിൽ ഓറിയന്റഡ്
സിനിമകളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ക്യാൻസൽ ഇവർ ചെയ്ത സിനിമയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിവ്യപ്രഭയും ഇവരൊക്കെ കനിയൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ അവാർഡ് കിട്ടി. അത് ഒരു ഫീമെയിൽ സെൻട്രിക് സിനിമയല്ലേ അല്ലേ? ഫീമെയിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ഫീമെയിൽ ക്യാരക്ടേഴ്സ് അല്ല. സിനിമയുടെ കഥ എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ സിനിമകളില്ലാന്ന് പറഞ്ഞില്ല, അത്തരത്തിലുള്ള കഥകൾ ഒരു കഥയ്ക്ക് ഡിമാൻഡ് ചെയ്യുന്ന പോലെയല്ല. അല്ലാണ്ട് ഇവരെ സ്ത്രീകളെ മൊത്തത്തിൽ ഒന്ന് മാറ്റി വെച്ചേക്കാന്നുകൊണ്ട് സിനിമ ചെയ്യുന്നില്ല. അൾട്ടിമേറ്റ്ലി സിനിമ ഓടണമെങ്കിൽ ഫീമെയിൽ പേഴ്സൺസ് നമ്മൾ റൊമാൻറ്റിക് സിനിമ ചെയ്യുമ്പോൾ സ്ത്രീകളെ മാറ്റി വെക്കുന്നു. സ്വാഭാവികമായിട്ടും പ്രണയ സിനിമകൾ റോം ഇപ്പൊ ഞാൻ ആദ്യം ചെയ്ത സിനിമ ലവ് ആക്ഷൻ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഇതിനെ കൊണ്ട് വേറെ ഇല്ല. സ്വാഭാവികമായിട്ടും അത്തരം സിനിമകൾ വരുമ്പോൾ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ഡിമാൻഡ് ചെയ്യുന്ന കഥകൾ സ്വാഭാവികമായിട്ടും വന്നല്ലേ പറ്റൂ. അതുകൊണ്ട് ഇല്ല, ആ രീതിയിലായിരിക്കില്ല അവരുടെ സ്റ്റേറ്റ്മെന്റ് എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ആണോ? ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ കുറഞ്ഞതാണ്, അല്ലെങ്കിൽ ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള സിനിമകൾ കമ്പാരിറ്റീവ്ലി കുറഞ്ഞ് കാണാം. അതുകൊണ്ട് കാണാമായിരുന്നു. എനിക്കങ്ങനെ മലയാള സിനിമയിൽ അങ്ങനെ സ്ത്രീ സാന്നിധ്യം കുറഞ്ഞു പോയെന്നോ അല്ലെങ്കിൽ അവരെവിടെ കാരണം അവരുടെ മിക്ക ആക്ടേഴ്സും അല്ലെങ്കിൽ മിക്ക ആക്ടേഴ്സുമാരും ഡേറ്റുകളില്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ എനിക്കില്ല, അത് എനിക്കറിയില്ല എന്തുകൊണ്ടത് സിനിമയിലാണ്. എനിക്ക് തോന്നി അങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു പ്രാതിനിധ്യത്തിന്റെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കും അവരങ്ങനെ സംസാരിക്കാൻ തിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞത് എനിക്ക് ഫീൽ ചെയ്തത്. അടുത്ത സിനിമയിൽ ഈ ഒരു സിനിമയിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാധാന്യം, ഈ ഒരു സിനിമയിൽ എത്രത്തോളം സ്ത്രീകളുടെ പ്രാധാന്യം അത്യാവശ്യം നല്ല പ്രാധാന്യമാണ്. അത് പറയുന്നത് അല്ല, ഞാൻ അങ്ങനൊരു ആക്ടറിലോട്ട് എത്തിപ്പെട്ടിട്ടില്ല. ഇപ്പൊ നമ്മളങ്ങനെ എന്തായാലും ഇവനല്ല ഇപ്പൊ അടുത്ത് ഞാൻ ഓൾറെഡി ദിവസം ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സിനിമ ജീവനിലൂടെ അത് എൻ്റെ കൂടെ നമ്മുടെ കൂടെ വർക്കിംഗ് എൻ്റെ അസോസിയേറ്റ് ആയിരുന്നു രഞ്ജിത്ത് ഫാഹിമാൻ എഴുതുന്നത്. ജൂലൈ ഓഗസ്റ്റ് ഷൂട്ട്. അതാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ്.